In the last video, we saw about assessment, evaluation, measurement, and testing. We'll continue with assessment, and here we will see what are the characteristics of assessment. Assessment assess the students' progression and guides us in decision making. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അസസ്മെൻറ്റിലൂടെ നമുക്ക് ഒരു കുട്ടി എന്തുമാത്രം പ്രോഗ്രസ് ചെയ്തെന്നും എത്രമാത്രം പഠിച്ചു എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതിലൂടെ കുട്ടിക്ക് എന്ത് ഹെൽപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, ഹൗ യു ഷുഡ് ടീച്ച് ദം, ഓർ വാട്ട് ഷുഡ് ബി ദ ലേണിംഗ് എക്സ്പീരിയൻസസ് ടു ബി പ്രൊവൈഡഡ് ഫോർ ദം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അസസ്മെൻറ്റ് ഫോക്കസ് ഓൺ ലേണിംഗ് ആൻഡ് ടീച്ചിങ് ഔട്ട്കംസ്. അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടിയെ മാത്രം ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് അല്ല, ഇറ്റ് ഓൾസോ ഇസ് റിലേറ്റഡ് ടു ദ ടീച്ചർ. അപ്പോൾ ടീച്ചറിൻ്റെയും ലേണറിൻ്റെയും ഔട്ട്കംസ് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അസസ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഈസ് യൂസ് ടു ഡ്രൈവ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ബേസിസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മുടെ ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ളത്. ആൻഡ് അതിലൂടെ നമുക്ക് ടീച്ചറിനും സ്റ്റുഡൻറ്റിനും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അസസ്മെൻറ്റ് ഇസ് ഡൺ അറ്റ് മൾട്ടിപ്പിൾ ലെവൽസ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു സ്റ്റുഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാകും, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ ഒരു കോഴ്സ്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് അസസ്മെൻറ്റ് നടത്താൻ പറ്റും, പല ലെവൽസിൽ നടത്താനായിട്ട് സാധിക്കും. Assessment helps in bringing about changes in the learning environment. Already we saw it is a basis for improvement. അപ്പം നമ്മുടെ ലേണിംഗ് എൻവയൺമെൻറ്റിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അസസ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. Assessment uses internally defined criteria and brings changes according to the circumstances. അപ്പം നമ്മൾ അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ കൂടുതലും അതൊരു ഇൻറ്റേർണലായിട്ട് നടക്കുന്നൊരു പ്രോസസ്സിലൂടെ ആയിരിക്കും. അതിലൂടെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ അസസ്മെൻറ്റ് പ്രോസസ്സ് കുറേ കൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും. ആൻഡ് അതിനനുസരിച്ച് നമുക്ക് സർക്കംസ്റ്റാൻസസ് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഇസ് ഫോർമേറ്റീവ്, ഇൻറ്റേർണൽ, പ്രോസസ് ഓറിയൻറ്റഡ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ഇൻ നേച്ചർ. അതൊരു ഫോർമേറ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും. അതായത് ത്രൂ ഔട്ട് ഒരു പ്രോസസ്സിൽ നമ്മൾ അസസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻറ്റേർണലി നടക്കുന്ന പ്രോസസ്സ് ആയിരിക്കും, ഒരു പ്രോസസ് ഓറിയൻറ്റഡ് ആയിരിക്കും, അതുപോലെ ഡയഗ്നോസ്റ്റിക് നേച്ചർ ആയിരിക്കും. നമ്മുടെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ദ ബേസിക് അസംപ്ഷൻസ് ഇൻ എഡ്യൂക്കേഷണൽ അസസ്മെൻറ്റ്. നമ്മുടെ എഡ്യൂക്കേഷണൽ അസസ്മെൻറ്റിൽ നമ്മൾ ബേസിക് ആയിട്ട് അസ്യൂം ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ കൺസ്ട്രക്ട്സ് എക്സിസ്റ്റ് ആൻഡ് ക്യാൻ ബി മെഷേർഡ്. ദ മെഷർമെൻറ്റ് നീഡ് നോട്ട് ബി പെർഫെക്റ്റ്. എഡ്യൂക്കേഷണൽ കൺസ്ട്രക്റ്റ് എന്നിവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സിനെയാണ്. അതായത് പേഴ്സണാലിറ്റി, ഇൻ്റലിജൻസ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, ഇതിനെയാണ് കൺസ്ട്രക്റ്റ് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് താനും, അതിനെ നമുക്ക് അത് മെഷർ ചെയ്യാനും സാധിക്കും. ആ മെഷർമെൻറ്റ് ഒരിക്കലും റിലയബിൾ ആയിരിക്കത്തില്ല. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, മെഷർമെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട്, പ്രിസൈസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ എഡ്യൂക്കേഷണൽ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ആ മെഷർമെൻറ്റ് ഒരിക്കലും ആക്യുറേറ്റും പ്രിസൈസും ആയിരിക്കത്തില്ല. ദർ ആർ ഡിഫറെൻറ്റ് വേസ് ടു മെഷർ എനി ഗിവൺ എഡ്യൂക്കേഷൻ കൺസ്ട്രക്ട്. നമുക്ക് ഈ പറയുന്ന കൺസ്ട്രക്റ്റിനെ നമുക്ക് പല രീതിയിൽ മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് പേഴ്സണാലിറ്റി മെഷർ ചെയ്യാനായിട്ട് പ്രോജക്റ്റ് ടെക്നിക്സ് ഉണ്ട്. അതുപോലെ തന്നെ അല്ലാതുള്ള ഇൻവെൻട്രീസ് യൂസ് ചെയ്യാം. ആൻഡ് യു ക്യാൻ യൂസ് ഓൾസോ ടെസ്റ്റുകൾ യൂസ് ചെയ്യാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഒരേ കൺസ്ട്രക്റ്റിനെ തന്നെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓൾ അസസ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ഹാവ് സ്ട്രെങ്ത് ആൻഡ് ലിമിറ്റേഷൻസ്. അപ്പം നമുക്ക് പല മെഷേഴ്സ്, പല മെത്തേഡ്സ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ കേസ് എടുക്കുവാണെങ്കിൽ ഓരോ മെത്തേഡിനും അതിൻ്റേതായിട്ടുള്ള സ്ട്രെങ്തും വീക്ക്നെസ്സും കാണും. സോ ദാറ്റ് varies from your assessment procedures. Multiple sources of information should be part of the assessment process. നമ്മൾ അസസ്മെൻറ്റ് നടത്തുമ്പോൾ ഒന്നിൽ കൂടുതൽ രീതിയിൽ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞ പോലെ തന്നെ പല സോഴ്സസിൽ നിന്നുകൂടി നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ അസസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അസസ്മെൻറ്റ് ക്യാൻ ബി കണ്ടക്റ്റഡ് ഇൻ എ ഫെയർ മാനർ. നമുക്ക് അസസ്മെൻറ്റ് വളരെ ഫെയർ ആയിട്ട്, അതായത് ആർക്കും ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് വളരെ ഒബ്ജക്റ്റീവായിട്ട് അസസ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വിൽ സി വാട്ട് ഈസ് ഇവാലുവേഷൻ. ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ അസസ്മെൻറ്റും മെഷർമെൻറ്റും എന്താണെന്ന് കേട്ടു.
അപ്പോൾ അതിനോടൊപ്പം റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടേമാണ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞത്. ഇവാലുവേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ജഡ്ജിങ് ഓർ കാൽക്കുലേറ്റിംഗ് ദ ക്വാളിറ്റി, ഇമ്പോർട്ടൻസ് ഓർ വാല്യൂ ഓഫ് സംതിങ്. ഒരു കാര്യത്തിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സിനാണ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞത്. ഇപ്പം നമുക്ക് അറിയാം, നമുക്ക് കുട്ടികളുടെ ഹൈറ്റും വെയ്റ്റും ഒക്കെ മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പല മാസങ്ങളിലും നമ്മൾ ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ ആ കുട്ടിയുടെ വെയ്റ്റ് നമ്മൾ മെഷർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ വെയ്റ്റ് മെഷർ ചെയ്യുന്ന പ്രോസസ്സിൽ ആ ഒരു പ്രോസസ്സ് അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നതെല്ലാം അസസ്മെൻറ്റിൻ്റെ പാർട്ടാണ്. ആൻഡ് ദ ഡോക്ടർ ഇവാലുവേറ്റ്സ് based on the measurement of the weight of the child whether the growth ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് ഇസ് പ്രോപ്പർ. അപ്പോൾ ആ കുട്ടി പ്രോപ്പറായിട്ടാണോ വളരുന്നത് ഇല്ലേ എന്നുള്ളത് ആ ഒരു മെഷർമെൻറ്റിനെ ബേസ് ചെയ്ത് ഡോക്ടർ എന്ത് ചെയ്യും, അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ കടയിലൊരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ അത് മെഷർ ചെയ്ത് വാങ്ങിക്കുന്നത് വേറൊരു പ്രോസസ്സ്. പക്ഷേ അത് നല്ലതാണോ ഇല്ലയോ എന്ന് നമ്മൾ അതിൻ്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്താണ് വാങ്ങുന്നത്. അപ്പോൾ അത് ഇവാലുവേഷൻ എന്നുള്ളൊരു പ്രോസസ്സാണ്. സോ ഇറ്റ് ഇസ് വാല്യൂ ജഡ്ജ്മെൻറ്റ് ബേസ്ഡ് ഓൺ യുവർ ഒബ്സർവേഷൻ, പെർഫോമൻസ് ടെസ്റ്റ് ഓർ ഇൻഡീഡ് എനി ഡേറ്റ. നമ്മൾ പല ഡേറ്റയെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു വാല്യൂ ജഡ്ജ്മെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും വെദർ ദാറ്റ് തിങ് ഇസ് ഗുഡ് ഓർ ബാഡ് എന്നുള്ളത്. വാല്യുവേറ്റഡ് ബൈ പ്ലേസിങ് എ മീനിങ് ഇൻ ഇറ്റ് റിലേറ്റഡ് ടു എ സ്റ്റാൻഡേർഡ് നോം ഓർ സം അതർ സിറ്റുവേഷൻ. അപ്പം യൂഷ്വലി നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടിയുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതൊരു സ്റ്റാൻഡേർഡായിട്ടൊരു നോമുണ്ട്. ഒരു വയസ്സായ കുട്ടിക്ക് ഇത്ര വെയിറ്റ് ഉണ്ടാകണം, ആ കുട്ടിയുടെ സിംറ്റംസ് ഇതൊക്കെ ആയിരിക്കണം, ആ കുട്ടിയുടെ ബിഹേവിയർ ഇങ്ങനെ ആയിരിക്കണം, ഇതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്കത് കാണുമ്പോൾ അറിയാം അതിങ്ങനെ ആണെങ്കിൽ ഇതാണ്. ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിൽ അത് കേടായി ഇരിക്കുവാണെങ്കിൽ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം നമ്മുടെ മനസ്സിലൊരു റിലേറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് നോമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൂടുതലും ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇൻ ടേംസ് ഓഫ് എഡ്യൂക്കേഷൻ, NCERT കൺസിഡേഴ്സ് എഡ്യൂക്കേഷണൽ ഇവാലുവേഷൻ ആസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ഫസ്റ്റ് വൺ ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ആൻ ഒബ്ജക്റ്റീവ് ഇസ് ബീൻ അറ്റൈൻഡ് ആൻഡ് സെക്കൻഡ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ദ ലേണിംഗ് എക്സ്പീരിയൻസസ് പ്രൊവൈഡഡ് ഇൻ ദ ക്ലാസ് റൂം. നമ്മൾ ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്ന ലേണിംഗ് എക്സ്പീരിയൻസസ് എത്രമാത്രം ഇഫക്റ്റീവ് ആണെന്നും അതിലൂടെ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ എത്രമാത്രം നമുക്ക് നേടാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ ബേസിസിലാണ് എഡ്യൂക്കേഷണൽ ഇവാലുവേഷനെ NCERT ഡിഫൈൻ ചെയ്യുന്നത്. ഇവാലുവേഷൻ, മെഷർമെൻറ്റ്, അസസ്മെൻറ്റ് പോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു ടേമാണ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ്. സോ ടെസ്റ്റിംഗ് ഇസ് എ പ്രൊസീജിയർ ഇൻ വിച്ച് എ സാമ്പിൾ ഓഫ് എൻ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ഇസ് ഒബ്റ്റെയിൻഡ്, ഇവാലുവേറ്റഡ് ആൻഡ് സ്കോർഡ് യൂസിങ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് ടെസ്റ്റ് ആർ ഡിവൈസസ് യൂസ്ഡ് ഫോർ ദിസ്. അപ്പം നമ്മൾ ഒരു ടൂൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു കുട്ടിയുടെ ഒരു സാമ്പിൾ ബിഹേവിയർ, ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട് ഒരു സാമ്പിൾ ബിഹേവിയർ കണ്ടെത്തുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ഉപയോഗിച്ചാൽ ആ കുട്ടിയുടെ ഇൻ്റലിജൻസ് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അത് കുട്ടിയുടെ മൊത്തം ഇൻ്റലിജൻസ് ഒരിക്കലും റിഫ്ലക്റ്റ് ചെയ്യത്തില്ല. ഒരു സാമ്പിൾ ബിഹേവിയർ മാത്രമാണ് അവിടെ നമുക്ക് അതിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത് ടെസ്റ്റുകളായിരിക്കും. സോ ടെസ്റ്റ് ഇസ് ദ ഡിവൈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് പ്രൊസീജിയർ എന്നുള്ളതാണ്. ടെസ്റ്റ് ആർ ടൂൾസ് ദാറ്റ് ക്യാൻ കോൺട്രിബ്യൂട്ട് ഇമ്പോർട്ടൻ്റ്ലി ടു ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് സ്റ്റുഡൻറ്റ്. നമ്മുടെ എഡ്യൂക്കേഷണൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഒരുപാടായിട്ട് യൂസ് ചെയ്യുന്നൊരു ടൂളാണ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഇൻ്റലിജൻസ് ടെസ്റ്റ്, പെർഫോമൻസ് ടെസ്റ്റ്, ഇങ്ങനെ പല ടെസ്റ്റുകളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മെഷർമെൻറ്റ്, അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടതിൽ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് എത്രമാത്രം ആ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ലിമിറ്റഡ് ആണ്, ക്വാണ്ടിറ്റേറ്റീവായിട്ട് റിലേറ്റഡ് ആണ്. മെഷർമെൻറ്റ് ഓൺ ദ അതർ ഹാൻഡ് ഇസ് ലിമിറ്റഡ് ടു ദ ക്വാണ്ടിറ്റേറ്റീവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പീപ്പിൾ ബിഹേവിയർ. ആൻഡ് ഇവാലുവേഷൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ മോർ കോംപ്രിഹെൻസീവ് ടേം വിച്ച് ഇൻക്ലൂഡ്സ് മെഷർമെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പീപ്പിൾ ബിഹേവിയർ. അപ്പം നമുക്ക് ഇവാലുവേഷൻ നടത്തണമെങ്കിൽ എന്തായിരിക്കണം, ഓൾറെഡി ഒരു മെഷർമെൻറ്റ് ഉണ്ടായിരിക്കണം. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. ഈ എല്ലാ പ്രോസസ്സും, അതായത് മെഷർമെൻറ്റ്, ടെസ്റ്റിംഗ്, ഇവാലുവേഷൻ എല്ലാം ചേർത്ത് അതിനെ ഡോക്യുമെൻ്റ് ചെയ്യുകയും അതിൽ നിന്ന് ഇൻഫറൻസസ് ഡ്രോ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അസസ്മെൻ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് അസസ്മെൻറ്റ് എന്താണെന്ന്, ഇവാലുവേഷൻ എന്താണെന്ന്, മെഷർമെൻറ്റ് എന്താണെന്നൊക്കെ കണ്ടു. പണ്ടാണെങ്കിൽ മെഷർമെൻറ്റും ഇവാലുവേഷനും തമ്മിൽ ഡിഫറൻസസ് ചോദിക്കുമായിരുന്നു. സോ നൗ ദ മോർ ഫോക്കസ് ഇസ് ഓൺ അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ. നമ്മൾ ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് ഈ ടേംസ് രണ്ടും യൂസ് ചെയ്യുമെങ്കിലും ദർ ഇസ് ടെക്നിക്കലി ഡിഫറൻസസ് ബിറ്റ്വീൻ അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ. സോ വിൽ സീ ദ ഡിഫറൻസസ്. അസസ്മെൻറ്റ് ഇസ് എ ഫോർമേറ്റീവ് പ്രോസസ്സ്, ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. അത് ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റും മെഷർമെൻറ്റും എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നടത്തുന്ന ഒരു പ്രോസസ്സാണ്. സോ ഇറ്റ് ഇസ് എ ഫൈനൽ പ്രോസസ് ടു ഗേജ് ദ ക്വാളിറ്റി ഓഫ് സംതിങ് ആൻഡ് ഇറ്റ് ഇസ് സമ്മേറ്റീവ്. ആൻഡ് അസസ്മെൻറ്റ് ഒരു പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണ് ലേണിംഗ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇവാലുവേഷൻ അറ്റ് ദ സെയിം ടൈം ഇസ് പ്രോഡക്റ്റ് ഓറിയൻറ്റഡ്. നമുക്ക് കുട്ടി എത്രമാത്രം പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാറുള്ളത്. ആൻഡ് അസസ്മെൻറ്റ് ഒരു ഡയഗ്നോസ്റ്റിക് പ്രോസസ്സാണ്, കുട്ടിയുടെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. വൈൽ ഇവാലുവേഷൻ ഇസ് ജഡ്ജ്മെൻറ്റൽ ഇൻ നേച്ചർ, ദാറ്റ് ഇസ് യു ജഡ്ജ് ദ ഓവറോൾ performance of the student, and assessment focuses on immediate teaching learning outcomes. അപ്പം ഒരു ഓൺഗോയിങ് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ, ഫോർമേറ്റീവ് നേച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്പം നടക്കുന്ന ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലെ ഔട്ട്കംസ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് അസസ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ഇവാലുവേഷൻ ഫൈനലി ലാസ്റ്റ് നടക്കുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് യു മെയിൻലി ഫോക്കസ് ഓൺ ദ ഗ്രേഡ്സ് ഓർ ദ മാർക്സ് ഓഫ് ദ സ്റ്റുഡൻസ്. The next difference is assessment helps to drive instruction. അപ്പോൾ ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അസസ്മെൻറ്റ്. ആൻഡ് വൈൽ ഇവാലുവേഷൻ ഇസ് യൂസ് ടു റേറ്റ് എ സ്റ്റുഡൻറ്റ്. അസസ്മെൻറ്റ് നേരത്തെ പറഞ്ഞു ഇൻറ്റേർണലി ഡിഫൈൻഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയൻ ഗോൾസ് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഇവാലുവേഷൻ യൂഷ്വലി എംപ്ലോയ്സ് എക്സ്റ്റേർണലി യൂസ്ഡ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത്. ആൻഡ് അസസ്മെൻറ്റ് ഒരു ഫ്ലെക്സിബിൾ പ്രോസസ്സാണ്. ഇൻറ്റേർണലായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് അറൈസ് ചെയ്യുന്ന അനുസരിച്ച് നമുക്കതിൽ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും. വൈൽ ഇവാലുവേഷൻ ഒരു എക്സ്റ്റേർണൽ പ്രോസസ്സാണ്. ഇറ്റ് ഈസ് യൂഷ്വലി ഫിക്സ്ഡ് ആൻഡ് ചേഞ്ചസ് ആർ നോട്ട് മെയ്ഡ്. The main goal for assessment is improvement, while for evaluation is to provide reward, success അല്ലെങ്കിൽ failure or punish or pass എന്നുള്ളതാണ്. Assessment focuses or strives for ideal outcomes, while evaluation divide the better from the worse. അസസ്മെൻറ്റിൽ നമ്മൾ ഔട്ട്കംസ് അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗോൾസിന് ഫോക്കസ് ചെയ്താണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇവാലുവേഷനിലാണെങ്കിൽ എന്താണ് നല്ലത് എന്താണ് മോശമെന്ന് വേർതിരിക്കാനായിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി അസസ്മെൻറ്റ് ഫോക്കസ് ഓൺ ദ ഗോൾസ് ഓഫ് സ്റ്റുഡൻറ്റ് ലേണിംഗ്, while evaluation focuses on the goals of a total educational program. So in this video we saw what are the characteristics of assessment and the basic principles related to assessment and difference between assessment and evaluation. We'll continue the remaining portion in the next video. Thank you.